image like no other, inspiring decades of research and debate. The Shroud of Turin, that's a piece of history, and it has an ongoing puzzle for scientists. ഈ തിരുവസ്ത്രത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത DNA 3 ജനിതക ലാബുകൾ ഈ അടുത്തിടയ്ക്ക് പരിശോധിച്ചു. അതിന്റെ റിസൾട്ടിനെ കുറിച്ച് അവർ ഒന്നും മിണ്ടിയില്ല. പത്രസമ്മേളനം നടത്തിയില്ല, ആ തിരുവസ്ത്രത്തെ എതിർത്തില്ല, അതിനെക്കുറിച്ച് വിശദീകരിച്ചില്ല, ഒന്നും ചെയ്തില്ല. കാരണം ആ തുണിയിൽ ഉണ്ടായിരുന്ന രക്തത്തിൽ നിന്ന് കിട്ടിയ ജനിതക വസ്തുക്കൾ ഇന്ന് ഭൂമിയിലുള്ള ഒരു ജനവിഭാഗമായും സാമ്യമുള്ളതല്ലായിരുന്നു. അതിലുണ്ടായിരുന്ന ചില ജനിതക കാര്യങ്ങളൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരു വംശപരമ്പരയുമായി ബന്ധപ്പെട്ടതായിരുന്നു. മാത്രമല്ല, ആ DNA ക്രോമസോമുകളുടെ ഘടന തന്നെ ചിന്നിച്ചിതറിയ രീതിയിലായിരുന്നു. പഴയ DNA കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോയതുപോലെയല്ലായിരുന്നു അത്, മറിച്ച് ഓരോ കോശത്തിനുള്ളിലും ഒരേ നിമിഷം എന്തോ പൊട്ടിത്തെറിച്ചതുപോലെയായിരുന്നു അത് ചിതറിയത്. ഓരോ ലാബും 2 പ്രാവശ്യം അതിനെ പരിശോധിച്ചു. അവരുടെ മിഷനുകൾക്ക് എന്തോ തകരാറ് സംഭവിച്ചു എന്നാണ് അവർ ആദ്യം വിചാരിച്ചത്. എന്നാൽ അവരുടെ മിഷൻസിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ DNA ശാസ്ത്രത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി. എന്നാൽ ഈ സംഭവം തുടങ്ങുന്നത് ഒരു ജനിതക ലാബിൽ നിന്നല്ല. 1978 ഒരു പഴയ കത്തീഡ്രലിലെ അടച്ചുപൂട്ടിയ മുറിയിൽ നിന്നാണ്. പഴയ കല്ലിന്റെയും കുന്തിരിക്കത്തിന്റെയും ഗന്ധമുള്ള ആ മുറിയിൽ ലോകത്തെ ഏറ്റവും മികച്ച 40 ശാസ്ത്രജ്ഞന്മാർ ഒത്തുകൂടി. ഭൗതിക ശാസ്ത്രജ്ഞർ, രാസതന്ത്രജ്ഞർ, സ്പെക്ട്രോകോപ്പിസ്റ്റുകൾ, നാസയുടെ പരിശീലനം ലഭിച്ച ഒരു ഫോട്ടോഗ്രാഫർ അടങ്ങുന്ന ഒരു ടീം 14 അടി നീളമുള്ള ആ പുരാതന ലെനിൻ തുണിക്ക് ചുറ്റും കൂടിയത് ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി മാത്രമായിരുന്നു. അതിലുള്ള ചായം അല്ലെങ്കിൽ പെയിന്റ് എന്താണെന്ന് കണ്ടെത്തണം. ഈ ഒരു തട്ടിപ്പ് പുറത്തു കൊണ്ടുവരണം എന്ന്. 120 മണിക്കൂർ അവർ പരിശോധിച്ചിട്ടും ഒരു പെയിന്റ് ബ്രഷിന്റെ അടയാളങ്ങൾ പോലും അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഇവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒത്തുകൂടിയ ആൾക്കാരല്ല, ശാസ്ത്രീയമായി അന്വേഷിക്കാനായിരുന്നു എത്തിയത്. ആ തുണിയിലുള്ള രക്തത്തിന്റെ ഉടമസ്ഥൻ വെറുതെ മരിക്കുകയല്ല ചെയ്തത് എന്നതിന്റെ തന്മാത്ര തലത്തിലുള്ള തെളിവുകളാണ് അവർക്ക് പിന്നീട് ലഭിച്ചത്. നാസ ഉൾപ്പെടെയുള്ള ഏജൻസികളോട് കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ജൂതനായ ടെക്നിക്കൽ ഫോട്ടോഗ്രാഫറായിരുന്നു ബാരി ഷ്വാർട്സ്. മധ്യകാലഘട്ടത്തിൽ ജീവിച്ച ഒരു കലാകാരൻ വരച്ച ചിത്രമാണ് ഈ ലോകത്തെ മുഴുവൻ വിഡ്ഢികളാക്കുന്നതെന്ന് തെളിയിക്കാൻ ഉയർന്ന റെസല്യൂഷനുള്ള തെളിവുകൾ കണ്ടെത്താനായിട്ട് അദ്ദേഹം അവിടെ എത്തി. ഇറ്റലിക്ക് പോകുന്ന വഴിക്ക് ബാരി ഷ്വാർട്സ് കൂടെ ഉണ്ടായിരുന്ന ടീം അംഗങ്ങളോട് തമാശയായിട്ട് പറഞ്ഞു, ഇറ്റലിയിലേക്ക് സൗജന്യമായിട്ട് ഒരു യാത്രയായി. ചൊവ്വാഴ്ചയോടെ ഈ തട്ടിപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബുധനാഴ്ച നമുക്ക് വൈൻ കുടിച്ച് ആഘോഷിക്കാം എന്ന്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ആ വൈൻ കുടിക്കാൻ പറ്റിയില്ല. ഫ്ലുറസന്റ് വെളിച്ചത്തിൽ വെച്ച് ആ തിരുവസ്ത്രം അവർ ടെസ്റ്റ് ചെയ്തു. 14 അടി നീളമുള്ള മഞ്ഞ നിറത്തിലുള്ള ലെനിൻ തുണിയിൽ മുറിവുകൾ കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യന്റെ അവ്യക്തമായ രൂപം അവർ കണ്ടു. ബാരി ഷ്വാർട്സ് ക്യാമറകളെല്ലാം വെച്ച് ചായം പൂശിയ അടയാളങ്ങളോ ബ്രഷിന്റെ ഏതെങ്കിലും അടയാളമോ ഉണ്ടോ എന്ന് ഓരോ മില്ലിമീറ്ററിലും തിരയാൻ തുടങ്ങി. പക്ഷേ അങ്ങനെ ഒന്നും കിട്ടിയില്ല എന്നതാണ് സത്യം. ബ്രഷിന്റെ പാടുകളില്ല, ചായം പൂശിയതുപോലെ ഒരു തരി പോലും ഇല്ല. സാധാരണ വെളിച്ചത്തിലോ അൾട്രാവയലറ്റ് റേസിലോ ഇൻഫ്രാറെഡ് ലൈറ്റിലോ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. അതിനുശേഷം നാസ നിർമ്മിച്ച VP8 ഇമേജ് അനലൈസർ സകലത്തെയും മാറ്റിമറിച്ചു. മറ്റു ഗ്രഹങ്ങളുടെ 2D ചിത്രങ്ങളെ 3D ചിത്രമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത്. ഒരു സാധാരണ ഫോട്ടോയിൽ ചിത്രത്തിന്റെ ആഴത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ തിരുവസ്ത്രത്തിന്റെ ചിത്രം VP8 കൊടുത്ത സമയത്ത് സ്ക്രീനിൽ തെളിഞ്ഞത് പൂർണ്ണമായ ഒരു മനുഷ്യരൂപത്തിന്റെ 3D ചിത്രമായിരുന്നു. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായി. ആ തുണിയിലെ ഓരോ നൂലിന്റെയും ഏറ്റവും പുറത്തുള്ള പാളിയിൽ മാത്രമാണ് ആ രൂപം പതിഞ്ഞിരിക്കുന്നത്. വളരെ നേർത്ത പാളിയിലാണ് ആ രൂപം ഉള്ളത്. ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ചുരണ്ടിയാൽ അത് മാഞ്ഞു പോകും. ഒന്നും തുണിയിലേക്ക് ആഴമായി ഇറങ്ങിയിട്ടില്ല, പടർന്നിട്ടില്ല. ഇതിനെക്കുറിച്ച് ശാസ്ത്രലോകം അംഗീകരിച്ച ഒരൊറ്റ സിദ്ധാന്തം ഇതാണ്: പെട്ടെന്നുണ്ടായ അതിശക്തമായ ഊർജ്ജ പ്രവാഹം കാരണം ലെനിൻ തുണിയിലെ സെല്ലുലോസിന്റെ തന്മാത്ര തലത്തിൽ നിർജ്ജലീകരണം ചെയ്യാൻ മാത്രം ശക്തമായ ഒരു ഊർജ്ജം അതിൽ വെളിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തുണി കരിഞ്ഞു പോകാത്ത രീതിയിൽ വളരെ കുറച്ചുനേരം മാത്രം ഉണ്ടായിരുന്ന ഒരു എനർജി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന്. ഇന്ന് ഭൂമിയിലുള്ള ഒരു മെഷീൻസിനും ഇങ്ങനെ ഒരു തുണി പുനഃസൃഷ്ടിക്കാൻ പറ്റില്ല എന്ന്. പുരാതന രക്തം എന്ന് പറഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞ ഉടനെ ഇരുണ്ട നിറത്തിലാകും, അല്ലെങ്കിൽ കറുത്ത പൊടി പോലെ മാറും. പക്ഷേ 2000 വർഷത്തിനു മുമ്പുള്ള ആ തിരുവസ്ത്രത്തിലെ ഇപ്പോഴും തിളങ്ങുന്ന ആ ചുവന്ന രക്തപ്പാടുകൾ ഒരു തട്ടിപ്പാണെന്ന് പലരും വാദിച്ചു. എന്നാൽ അലൻ അഡ്ലർ എന്ന ബയോകെമിസ്റ്റ് ആ വാദത്തെ തകർത്തു കളഞ്ഞു. അദ്ദേഹം പരിശോധിച്ച സമയത്ത് രക്തത്തിൽ അസാധാരണമായ രീതിയിൽ ഉയർന്ന അളവിൽ ബിലിറുബിൻ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. മണിക്കൂറുകൾ അതിക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയായി കഴിഞ്ഞാൽ മനുഷ്യന്റെ കരൾ പ്രവർത്തനരഹിതമാകാൻ തുടങ്ങും. അപ്പോൾ അത് രക്തത്തിലേക്ക് വലിയ അളവിൽ ബിലിറുബിൻ പുറന്തള്ളും. ഇത് ഹീമോഗ്ലോബിനുമായി ചേർന്ന് രക്തത്തെ എക്കാലത്തേക്കും ചുവപ്പ് നിറത്തിൽ തന്നെ നിലനിർത്തും. ആ മനുഷ്യന്റെ ഹൃദയം ഇടിക്കുമ്പോൾ തന്നെ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കാത്ത അതിക്രൂരമായ ഒരു മരണത്തിന്റെ തെളിവായിരുന്നു അത്. അതിനെക്കുറിച്ച് കൂടുതൽ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. മനുഷ്യന്റെ ഹീമോഗ്ലോബിൻ, ആൽബുബിൻ, ഇമ്മ്യൂണോഗ്ലോബിൻ എന്നിവയുടെ സാന്നിധ്യം ആ തിരുവസ്ത്രത്തിൽ കണ്ടെത്തി. പുറംഭാഗത്ത് മാത്രം 100-ലധികം ചാട്ടവാറടേറ്റ പാടുകൾ കണ്ടെത്തി. അറ്റത്ത് മൂർച്ചയുള്ള എല്ലിൻ കഷ്ണങ്ങൾ ഘടിപ്പിച്ച റോമൻ തുകൽ ചാട്ടവാർ കൊണ്ടുള്ള മുറിവുകളാണത്. കൈത്തണ്ടുകളിൽ തുളച്ചു കയറിയ മുറിവുകൾ കണ്ടെത്തി.
വാരിയെല്ലുകൾക്കിടയിൽ ഒരു റോമൻ കുന്തത്തിന് സമാനമായ വീതിയുള്ള വലിയൊരു മുറിവും കണ്ടെത്തി. കാൽപാദങ്ങൾക്ക് സമീപമുള്ള ഭാഗത്ത് പ്രാചീന യെരുശലേമിലെ ചുണ്ണാമ്പുകല്ലുകളുമായി സാമ്യമുള്ള കാൽസ്യം കാർബണേറ്റിന്റെ അംശം കണ്ടെത്തി. 2000 വർഷം പഴക്കമുള്ള ഒരു അന്വേഷണ രേഖയായിരുന്നു ആ തുണി. ഓരോ നൂലിലും ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ക്രൈം സീനാണത്. തിരുവസ്ത്രത്തിലെ നൂലുകളിൽ നിന്ന് ജനിതക വസ്തുക്കൾ വേർതിരിക്കാനായിട്ട് സീക്വൻസിംഗ് സാങ്കേതികവിദ്യ വികസിച്ച സമയത്ത് പല വിധത്തിലുള്ള DNA-കൾ ആ തുണിയിൽ കൂടിക്കലർന്നിട്ടുണ്ടാകും എന്നാണ് ഗവേഷകർ വിചാരിച്ചിരുന്നത്. കാരണം നൂറ്റാണ്ടുകളായിട്ട് ഒരുപാട് പേർ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ തുണിക്ക് അരികിൽ നിന്ന് ശ്വാസം വിട്ട് ഓരോ പുരോഹിതന്റെയും അതിനെ സംരക്ഷിക്കുന്നവരുടെയും തീർത്ഥാടകരുടെയും DNA-കളുടെ ഒരു വലിയ സാന്നിധ്യം അതിലുണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. തുണിയുടെ ഉപരിതലത്തിൽ നിന്നല്ല, ആളുകൾ തൊട്ട ഭാഗത്തു നിന്നുമല്ല, മറിച്ച് ആ നൂലുകൾക്കുള്ളിൽ നിന്ന് വേർതിരിച്ചെടുത്ത DNA-യിൽ സൗത്ത് ഏഷ്യ, നോർത്ത് ആഫ്രിക്ക, മാത്രമല്ല പുരാതന മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ജനിതക അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ചില ഭാഗത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരു ജനവിഭാഗത്തിന്റെയും DNA ഉണ്ടായിരുന്നു. മധ്യകാലഘട്ടത്തിൽ ജീവിച്ച ഒരു യൂറോപ്യൻ കലാകാരനുണ്ടാക്കിയ തട്ടിപ്പായിരുന്നു ഈ തുണിയെങ്കിൽ ഇതിൽ വെസ്റ്റേൺ യൂറോപ്യന്റെ DNA കാണേണ്ടതാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. പിന്നെ DNA-യുടെ വിഘടനമായിരുന്നു ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചത്. രക്തപ്പാടുകളിൽ നിന്നുള്ള DNA വെറുതെ നശിച്ചു പോവുകയായിരുന്നില്ല. സ്വാഭാവികമായ കാലപ്പഴക്കം കൊണ്ട് സംഭവിക്കാത്ത വിധത്തിൽ ക്രോമോസോം തലത്തിൽ തന്നെ അവ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. പൊതുവെ DNA എന്ന് പറഞ്ഞാൽ നശിക്കുന്നത് വളരെ പതുക്കെയാണ്. ഒരു പുസ്തകത്തിലുള്ള താളുകൾ പതുക്കെ പതുക്കെ ഓരോന്നായി മഞ്ഞളിക്കുന്നത് പോലെ. എന്നാൽ ഇവിടെ ഓരോ കോശവും ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിച്ചതുപോലെയായിരുന്നു. ജനിതക ശാസ്ത്രജ്ഞർ ഇതിനെ ബന്ധപ്പെടുത്തുന്നത് ഒരൊറ്റ കാര്യത്തോടെയാണ്. ജനിതക കോഡിനെ പോലും നശിപ്പിക്കാൻ കഴിയുന്നത്ര അതിഭയാനകമായ ഒരു ശാരീരിക ആഘാതം ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന്. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന 3 ലാബുകൾ ഈ റിസൾട്ട് പരിശോധിച്ച് അത് ഉറപ്പിച്ചു. ആദ്യം അവരുടെ മെഷീൻ തകരാറാണെന്ന് വിചാരിച്ച് എല്ലാവരും ആ റിസൾട്ട് തള്ളിക്കളഞ്ഞു. അവർ വേറെ മെഷീൻസ് എടുത്ത് വീണ്ടും പരിശോധിച്ചു. പക്ഷേ റിസൾട്ട് അത് തന്നെയായിരുന്നു. ഓരോ സാമ്പിളിലും ഓരോ തവണയും എല്ലാ ലാബുകളിലും അത് തന്നെയാണ് റിസൾട്ട്. അതിനുശേഷം ശാസ്ത്രലോകം കാണിച്ച കാര്യമാണ് ഞെട്ടിക്കുന്നത്. ഒരു പത്രപ്രസ്താവനയുമില്ല, ഒരു വിശദീകരണവുമില്ല, ഒന്നും മിണ്ടിയില്ല. ഇന്ന് നമുക്കുണ്ടാകേണ്ട ചോദ്യമാണിത്. കാരണം ഓരോ വർഷവും നമ്മുടെ മെഷീൻസ് കൂടുതൽ കൃത്യതയാർജിക്കുന്നുണ്ട്. നമ്മുടെ സാങ്കേതികവിദ്യ കൂടുതൽ വികസിക്കുന്നുണ്ട്. എന്നാൽ മികച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ തിരുവസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അത് കൂടുതൽ എളുപ്പമാകുന്നില്ല, മറിച്ച് കൂടുതൽ അസാധ്യമായി കൊണ്ടേയിരിക്കുവാണ്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്ര വേഗത്തിൽ സ്വയം വെളിപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തതുപോലെ നമുക്ക് ചൊവ്വയിൽ റോബോട്ടുകൾ ഇറക്കാൻ കഴിയുന്നുണ്ട്. 65 ദശലക്ഷം പ്രകാശവർഷം ദൂരമുള്ള ഒരു ബ്ലാക്ക് ഹോളിനെ ഫോട്ടോ എടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ തുണിയുടെ ഒരു പകർപ്പുണ്ടാക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിലെ രൂപത്തെക്കുറിച്ചോ രക്തത്തെക്കുറിച്ചോ വിശദീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന് ഇന്നും അജ്ഞാതമായ ഒരു ഊർജ്ജ പ്രവാഹത്താൽ തുടച്ചു നീക്കപ്പെട്ട് എന്ന മാഞ്ഞുപോയ ഒരു ലോകത്തിൻ്റെതായ DNA-യെക്കുറിച്ച് നമുക്കിപ്പോഴും ഉത്തരമില്ല. ഈ ഇതിഹാസത്തെ പൊളിച്ചെടുക്കാൻ ഇറ്റലിയിലേക്ക് പറന്നുപോയ ബാരി ഷ്വാർട്സ് എന്ന ആ ജൂതൻ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഒരു തട്ടിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്നാൽ ഞാൻ കണ്ടെത്തിയത് ദൈവത്തിന്റെ അസ്തിത്വത്തിനുള്ള തെളിവിനോട് ഏറെ സാമ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ചോദ്യം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. മണിക്കൂറുകളോളം നീണ്ട കൊടിയ പീഡനത്തെയാണ് ആ രക്തത്തിലുള്ള ബിലിറുബിൻ തെളിയിക്കുന്നതെങ്കിൽ, ഈ DNA പ്രാചീന മിഡിൽ ഈസ്റ്റേൺ വേരുകളെയാണ് സ്ഥിരീകരിക്കുന്നതെങ്കിൽ, മനുഷ്യന്റെ DNA നശിപ്പിക്കപ്പെട്ട അതേ നിമിഷത്തിൽ തന്നെ ഒരു ശവക്കച്ചയെ കരിക്കാതെ അതിൽ ഒരു തന്മാത്ര ചിത്രം പതിപ്പിച്ചത് എന്തായിരിക്കും? നമ്മുടെ ജീവിതകാലത്ത് തന്നെ ശാസ്ത്രം ഈ രഹസ്യം കണ്ടെത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രത്തിന് കഴിയുമെന്ന് ടൈപ്പ് ചെയ്യുക. അല്ല, ഒരു ലാബിനും അളക്കാൻ കഴിയാത്ത എന്തിൻ്റെയോ തെളിവിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ശാസ്ത്രത്തിന് കഴിയില്ല എന്ന് ടൈപ്പ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ വിശദമായി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.